നമസ്കാരം. നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ എവിടെയെങ്കിലും വീഴേ എന്തെങ്കിലും ചതവോ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മുതിർന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടി വേഗം പോയിട്ട് മുറിവെണ്ണ പുരട്ടുമെന്ന്. പഴയ ആളുകളിലൊക്കെ വളരെ പോപ്പുലറാണ് ഈ മുറിവെണ്ണയെ പറ്റി. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുറിവെണ്ണ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മുറിവ് പ്ലസ് എണ്ണ. മുറിവിനും ചതവിനൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. എങ്കിലും ഇപ്പൊ കേരളത്തില് എല്ലാ ആയുർവേദ ഹോസ്പിറ്റലും അല്ലെങ്കിൽ എല്ലാ ആയുർവേദ ഫിസിഷ്യൻസും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം അത്രയും ബെനിഫിറ്റ് ഇതിനുണ്ട്. ഇത് വെളുത്തുള്ളി, വെറ്റില, മുരിങ്ങയില, പിന്നെ വെളിച്ചെണ്ണ, മറ്റു കുറെ ഔഷധങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ മുറിവെണ്ണ ഉണ്ടാക്കുന്നത്. പൊതുവെ ഈ മുറിവിനും ചതവിനൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലും ഇതിന് വേറെയും കുറെ ബെനിഫിറ്റ്സ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാവാറുണ്ട്. കാരണം നീരും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നീരും വേദനയൊക്കെ കുറയാനൊക്കെ ആയിട്ട് ഇത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാം. ചെറിയ വീഴ്ചയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിന് മസിലിനൊക്കെ ചതവോ മുറിവോ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നീര് വെക്കാൻ അവിടെ ഒരു ഡിസ്കളറേഷനും ഭയങ്കര തൊടുമ്പളൊക്കെ വേദന അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുറിവെണ്ണ തേച്ച് കൊടുക്കാം. അതേപോലെ എന്തെങ്കിലും അൾസറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തേക്കാം. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പൊള്ളല് തേക്കാറുണ്ട്. പൊള്ളി കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മുറിവെണ്ണ അധികം ടൈറ്റ് അല്ലാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കാം. മുറിവെണ്ണ പഞ്ചിയിൽ മുക്കിയിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. അതേപോലെ നമുക്ക് ഈ ചെറിയ കുട്ടികളൊക്കെ തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ അവർക്ക് ഈ നീര് വെച്ച് മുഴയ്ക്കാതിരിക്കാനൊക്കെ നമുക്ക് മുറിവെണ്ണ തേച്ച് കൊടുക്കാൻ നല്ലതാണ്. അതേപോലെ ടെന്നീസ് എൽബോ, കാർപ്പൽ ടണൽ സിൻഡ്രോം, അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഫ്രാക്ചർ ഒക്കെ ഉണ്ടായാൽ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോയിന്റ് ഒരു മൊബിലിറ്റി കുറവായിരിക്കും. ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് മുറിവെണ്ണ ഉപയോഗിക്കാം. ആ ഒരു ഹീലിംഗ് ഫാസ്റ്റ് ആക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ ഒരു മസിൽ സ്ട്രെങ്ത്തും ബോൺ സ്ട്രെങ്ത് ഒക്കെ കിട്ടാനായിട്ട് മുറിവെണ്ണ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില കേസുകളിൽ നമ്മളിത് ഇന്റേണലി കഴിക്കാറുണ്ട്. അത് ഒരു ഫിസിഷ്യന്റെ സഹായത്തോടെയാണ് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട്, അതായത് ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു തൈലവും ചൂടാക്കാൻ പാടില്ല. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു ബൗളിൽ ഈ തൈലം എടുത്തിട്ട് അങ്ങനെയാണ് ചൂടാക്കേണ്ടത്. എന്നിട്ട് ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് വേദനയുള്ള ഭാഗത്ത് നമുക്ക് വെച്ചിട്ട് കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്യാം. അതിലേക്ക് നമ്മൾ ഓരോ ഇന്റർവെല്ലിൽ അനുസരിച്ച് കുറച്ച് ചെറു ചൂടോടുള്ള ഈ ഒരു തൈലം ഒഴിച്ച് വീണ്ടും വീണ്ടും ആ ഒരു ഭാഗം വെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നീരും വേദനയൊക്കെ പെട്ടെന്ന് മാറാൻ സഹായിക്കും.